ഹലോ വെൽക്കം ബാക്ക് ടു സാബിൾ ലേണിംഗ് ജെ.സി ആണ്. ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. സോ മക്കളെ, എല്ലാ ആൾക്കാരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം, കുറഞ്ഞ ദിവസങ്ങൾ കൂടിയാണ് നമുക്ക് മെയിൻ എക്സാമിലേക്കുള്ളത്. സോ എല്ലാ ആൾക്കാരും ഉഷാറാവട്ടെ, അടിപൊളിയാട്ടെ. സോ നമ്മൾ ഇന്ന് എന്താണ് പറയാൻ പോകുന്നത് മക്കളെ? കഴിഞ്ഞ വർഷങ്ങളൊക്കെ തന്നെ പ്രധാനമായിട്ടും കഴിഞ്ഞ വർഷമൊക്കെ ചോദിച്ചിട്ടുള്ള നമ്മൾ നിർബന്ധമായി പഠിക്കേണ്ട ചില ഏരിയാസ് ഉണ്ട്. നിങ്ങൾക്കറിയാം, വലിയൊരു ഏരിയ ആണ് സോഷ്യൽ സയൻസ്. ആ സോഷ്യൽ സയൻസിനകത്ത് എല്ലാ ഭാഗവും ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ഭാഗവും ഇമ്പോർട്ടൻ്റ് ഒന്നല്ല. ഏറ്റവും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളുണ്ട്, നിർബന്ധമായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഏരിയ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ മക്കളെ. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കാണാം, ഒരൊറ്റ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്ക്. ക്വസ്റ്റ്യൻ ഇതാണ്: The plateau can be divided into three based on their location. What are they? സ്ഥാനത്തെ അടിസ്ഥാനമാക്കി പീഠഭൂമികളെ മൂന്നായി തിരിക്കാം. അവ ഏതെല്ലാം? അങ്ങനെ ഒരു ചോദ്യം ചിലപ്പോൾ എന്ത് ചെയ്യാം വരാം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പഠിക്കണം ഏത് ചാപ്റ്ററിൽ നിന്നാണ് ഇങ്ങനെ ഒരു ചോദ്യം. പീഠഭൂമിയെക്കുറിച്ചാണ്, പ്ലാറ്റ്യൂവിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, പ്ലാറ്റ്യൂ വേർ ദ എർത്ത് ഹിസ്റ്ററി സ്ലമ്മേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിനകത്ത് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് മക്കളെ. ഉറപ്പിച്ചു വെച്ചോ, ഇത്തരത്തിലേക്ക് ഒരു ചോദ്യം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് നോക്കാം പീഠഭൂമികളെ എത്രയായിട്ടാണ് തിരിച്ചിട്ടുള്ളത് സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പീഠഭൂമി അല്ലെങ്കിൽ പ്ലാറ്റ്യൂ നമുക്ക് കാണണ്ടേ. ഇതാണ് പീഠഭൂമി അല്ലെങ്കിൽ പ്ലാറ്റ്യൂ എന്ന് പറയുന്നില്ലേ. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഇതേപോലെ തന്നെ ചില സ്ഥലത്തൊക്കെ ചരിഞ്ഞിട്ടായിരിക്കും, പിന്നെ നേരെ കുത്തനെയുള്ള സ്ഥലം ഉണ്ടാവും, അതിൻ്റെ മുകളിൽ ഇതേപോലെ തന്നെ നിരപ്പായ സ്ഥലം ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ താഴ്ചയുള്ള സ്ഥലം ഉണ്ടാവും. അതായത് ശരിക്കും ഒരു സ്റ്റൂൾ പോലെ അല്ലെങ്കിൽ ഒരു പീഠം പോലെയുള്ള സ്ഥലമാണ് ഇത് പീഠഭൂമി അല്ലെങ്കിൽ പ്ലാറ്റ്യൂ എന്ന് പറയുന്നത് അല്ലേ. ഇതാണ് പ്ലാറ്റ്യൂ എന്ന് പറയുന്നത്. മക്കളെ നിങ്ങൾ നോക്ക്, ഈ പറയുന്ന ഇന്ത്യക്കകത്തുള്ള പ്ലാറ്റ്യൂ കാണപ്പെടുന്ന ഇത് ഏത് സ്ഥലത്താണ്? ഈ ഒരു ഭാഗത്ത്, ഇന്ത്യക്കകത്ത് ഇത്രയും ഭാഗത്താണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രധാനപ്പെട്ട ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് കാണപ്പെടുന്നത്. ഓട്ടെ, നിങ്ങൾ നോക്കി, നമ്മുടെ കേരളമൊക്കെ കണ്ടല്ലോ, കേരളത്തിൻ്റെയൊക്കെ അതിരുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് എത്തുന്നുണ്ട് കേട്ടോ. മുഴുവനായിട്ട് നമുക്കില്ല, ജസ്റ്റ് ഒരു അതിരിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ എത്തുന്നുണ്ട്. ഓക്കെ, റെഡി. ഇനി മക്കൾ ശ്രദ്ധിച്ചോ, എത്രയായിട്ടാണ് നമ്മൾ സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുപോലെ തന്നെ തരംതിരിച്ചത് മക്കളെ? മൂന്നായിട്ടാണ് തരംതിരിച്ചുള്ളത്, മൂന്നെണ്ണം. അതിനകത്ത് ഒന്നാമത്തെ വരുന്നത് ഇന്റർ മോണ്ടൈൻ പ്ലാറ്റ്യൂ ആണ്. ഫസ്റ്റ് വൺ പർവ്വതങ്ങളാൽ വലം ചെയ്യപ്പെട്ട പീഠഭൂമിയാണ് ഒന്ന് കേട്ടോ, ഇന്റർ മോണ്ടൈൻ പ്ലാറ്റ്യൂ അല്ലെങ്കിൽ പർവ്വതങ്ങളാൽ വലം ചെയ്യപ്പെട്ട പീഠഭൂമികൾ. രണ്ടാമത്തത് പിഡോമിനൻ പ്ലാറ്റ്യൂ ആണ്, പർവ്വത അടിവാരങ്ങളിൽ കാണുന്നതാണ്. പിഡോമിനൻ പ്ലാറ്റ്യൂ അല്ലെങ്കിൽ പർവ്വത അടിവാരങ്ങളിൽ കാണുന്ന പീഠഭൂമികൾ. മൂന്നാമത്തത് കോണ്ടിനെന്റൽ പ്ലാറ്റ്യൂ അല്ലെങ്കിൽ വൻകര പീഠഭൂമികൾ. മക്കളെ, നമ്മൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയാലോ. ഇന്റർ മോണ്ടൈൻ പ്ലാറ്റ്യൂ ഏതാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന പർവ്വതങ്ങളാൽ വലം ചെയ്യപ്പെട്ട പീഠഭൂമികൾ ഏതാണ്, നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയാലോ. കുഞ്ഞുങ്ങളിതാ എല്ലാവരും ശ്രദ്ധിച്ചോ, ഇതാണ് ഇന്റർ മോണ്ടൈൻ പ്ലാറ്റ്യൂ. നിങ്ങൾ നോക്ക്, ഇതാണ് ഇന്റർ മോണ്ടൈൻ പ്ലാറ്റ്യൂ. ഇന്റർ മോണ്ടൈൻ പ്ലാറ്റ്യൂ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചോ, ഒരു ഭാഗത്ത് ഇതേപോലെ തന്നെ ഒരു മൗണ്ടെയിൻ ഉണ്ട്, അതേപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് ഒരു മൗണ്ടെയിൻ ഉണ്ട്. ആ രണ്ട് മൗണ്ടെയിൻ്റെ ഇടയിലുള്ളതാണ് ഇന്റർ മോണ്ടൈൻ പ്ലാറ്റ്യൂ അല്ലെങ്കിൽ പർവ്വതങ്ങളാൽ വലം ചെയ്യപ്പെട്ട പീഠഭൂമികൾ. അതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് എന്ത് ചെയ്യുക, പീഠഭൂമി ഉണ്ടാവുക. ഇതാണ് ഒന്ന്. ഇനി അടുത്ത് നമ്മളോട് പറഞ്ഞത് പ്രിഡോമിനൻറ്റ് പ്ലാറ്റ്യൂ അല്ലെങ്കിൽ പർവ്വത അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പ്ലാറ്റ്യൂ ആണ്. അത് ഏതാണ് എന്നാണ് ചോദിച്ചത് മക്കളെ. ഇതാണ് കേട്ടോ, ഇതൊരു പർവ്വതമാണ് അല്ലെങ്കിൽ ഇതൊരു മൗണ്ടെയിൻ ആണെങ്കിൽ ആ മൗണ്ടെയിൻ്റെ നേരെ താഴെ ഉണ്ടാവുമല്ലോ ഈ ഒരു ഭാഗം, അതാണ് അടിവാരം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സ്ഥലത്താണ് പ്രിഡോമിനൻറ്റ് പ്ലാറ്റ്യൂ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പ്ലാറ്റ്യൂസ് ഉണ്ട്. പിന്നെ നെക്സ്റ്റ് വൺ മക്കൾ ശ്രദ്ധിക്കണം, കോണ്ടിനെൻ്റൽ പ്ലാറ്റ്യൂ ആണ്. ലാസ്റ്റ് വൺ വൻകര പീഠഭൂമികൾ. ഏതാണ് വൻകര പീഠഭൂമികൾ മക്കളെ ശ്രദ്ധിച്ചോ. വൻകര പീഠഭൂമികളുടെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് മക്കളെ. കണ്ടോ, ഒരു ഭാഗത്ത് ഇവിടെ സി കാണാം, ഇവിടെ സി കാണാം. അപ്പോൾ സിയിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന ഇങ്ങനത്തെ ഒരു ഭാഗം ഉണ്ടാവുമല്ലോ, അതൊരു വൻകരയാണ് അല്ലേ, വൻകരയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ വൻകരകളിൽ ഉണ്ടാകുന്ന പീഠഭൂമികൾ, അതിനെയാണ് നമ്മൾ കോണ്ടിനെന്റൽ പ്ലാറ്റ്യൂ അല്ലെങ്കിൽ വൻകര പീഠഭൂമികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തു വെച്ചോ, നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചു വെച്ചോളണം. ഈ ഒരു പീഠഭൂമിയുമായി ബന്ധപ്പെട്ട് എത്രയാണ് പീഠഭൂമിയെ ലൊക്കേഷൻ്റെ അല്ലെങ്കിൽ സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായിട്ട് വേർതിരിച്ചത്, അത് മൂന്നെണ്ണമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ടുള്ള പേരുകൾ എന്ത് ചെയ്യും, ചോദിക്കും. സോ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ആൻസർ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളാം. ഓക്കെയാണ്, സെറ്റാണ്, നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് എന്ത് ചെയ്യുന്നു വിചാരിക്കുന്നു. റെഡി. അങ്ങനെയാണെങ്കിൽ മക്കളെ, അടുത്തത് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്കിനി നെക്സ്റ്റ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിലേക്കാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, അടുത്ത് കടക്കാൻ പോകുന്നത് മക്കളെ. ആ ചോദ്യം ഇതാണ്: വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ്? മക്കളെ, പടിഞ്ഞാറൻ തീരസമുദ്രവും കിഴക്കൻ തീരസമുദ്രവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അതായത് പൊതുവായിട്ടുള്ള വ്യത്യാസങ്ങൾ നമ്മൾ ഇതാണ്. പടിഞ്ഞാറൻ തീരസമുദ്രവും കിഴക്കൻ തീരസമുദ്രവും തമ്മിലുള്ള പൊതുവായിട്ടുള്ള വ്യത്യാസം, വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് ഉള്ള കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് എഴുതേണ്ടത് മക്കളെ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ഏത് ചാപ്റ്ററിൽ നിന്നാണ് നമുക്കറിയുന്നതാണ്, അലോങ് ദ കോസ്റ്റസ് അല്ലെങ്കിൽ തീരങ്ങളിലൂടെ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നിർബന്ധമായിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യണം, കുറച്ച് ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചോളാം. അപ്പോൾ നമുക്ക് നോക്കാം എത്രയാണ്. ഇതുപോലെ തന്നെ വൻകരകൾ എത്രയാണ്, രണ്ടെണ്ണം ഉണ്ട്. അത് ഈ പറയുന്ന കോസ്റ്റുകൾ രണ്ടെണ്ണം ഉണ്ട്. അത് ഏതൊക്കെയാണ്? ഒന്നിതാ നിങ്ങൾ നോക്ക്, പ്രധാനപ്പെട്ട ഗുജറാത്തിലെ റാൺ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയുള്ള സ്ഥലമുണ്ടല്ലോ, അവിടെയാണ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. ഇതാണ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ അതിനെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ പടിഞ്ഞാറൻ തീരസമതലം, നമ്മൾ വിളിക്കുന്നത് പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറയുന്നത്. പടിഞ്ഞാറൻ തീരസമതലമാണ് ഇത് ഒന്ന്. ഇനി അടുത്തത് മക്കൾ ശ്രദ്ധിച്ചോതാം, ഈ ഒരു ഭാഗത്ത് കണ്ടോ, ഇതാണ് ഈസ്റ്റേൺ
കോസ്റ്റൽ പ്ലെയിൻ അല്ലെങ്കിൽ കിഴക്കൻ തീരസമതലം. നെക്സ്റ്റ് വൺ ഏതാണ്? കിഴക്കൻ തീരസമതലം. കിഴക്കൻ തീരസമതലം. അപ്പം ഇത് രണ്ടിൻ്റെയും പ്രധാനപ്പെട്ടുള്ള ഫീച്ചേഴ്സാണ്, കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പറയേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ പറയാം. നോക്ക് മക്കളെ, ഇതാ എല്ലാവരും വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ മെയിനായിട്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് ഗുജറാത്തിലെ റാൺ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഓരോന്നും. അത് ഫസ്റ്റ് പോയിന്റ് നോക്ക്, ബിറ്റ്വീൻ ദ അറേബ്യൻ സീ ആൻഡ് പെനിൻസുലർ പ്ലാറ്റു. അപ്പോൾ ഇത് എവിടെയാണ് കാണപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന അറേബ്യൻ സീക്കും അതുപോലെ തന്നെ പെനിൻസുലർ പ്ലാറ്റുവിനും ഇടയിലാണ്. അതായത് ഉപദ്വീപിയൻ പീഠഭൂമിക്കും അറബിക്കടലിനും ഇടയിലാണ് ഇത് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇതേപോലെ തന്നെ കുഞ്ഞുങ്ങൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കട്ടോ. ഇതാണ് നമ്മുടെ പീഠഭൂമി, ഇതാണ് നമ്മുടെ പ്ലാറ്റു അല്ലെങ്കിൽ പീഠഭൂമി. അതേപോലെ തന്നെ ഇതാണ് അറേബ്യൻ സീ. അപ്പോൾ ഈ പറയുന്ന പ്ലാറ്റു അല്ലെങ്കിൽ പീഠഭൂമിക്കും ഇവിടെ കാണുന്ന അറേബ്യൻ സീക്കും ഇടയിലാണ്, ബിറ്റ്വീൻ ദ അറേബ്യൻ സീ ആൻഡ് പെനിൻസുലർ പ്ലാറ്റു. ഈ അറബിക്കടലിനും പെനിൻസുലർ പ്ലാറ്റു അല്ലെങ്കിൽ പെനിൻസുലർ ഉപദ്വീപിനും ഇടയിലാണ് ആര്? വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ്. ഓർത്ത് വെച്ചോളേ, അതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി നോക്ക് അടുത്തത്, ഇത് എവിടെ നിന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഫ്രം കച്ച് ഇൻ ഗുജറാത്ത് ടു കന്യാകുമാരി. മകളെ, ഗുജറാത്തിലെ കച്ച് എന്ന് പറയുന്ന സ്ഥലമുണ്ട്, ഗുജറാത്തിലെ കച്ച് എന്ന് പറയുന്ന സ്ഥലം. ആ കച്ച് മുതൽ കന്യാകുമാരി വരെയുള്ള സ്ഥലമാണ്. അപ്പോൾ ഗുജറാത്തിലെ കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് എന്ത് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇത് എത്ര കിലോമീറ്ററുകൾ ഉണ്ട് എന്നൊക്കെ നമുക്ക് നോക്കണം. അതിനു മുൻപ് ഇത് കമ്പാരിറ്റീവ്ലി നാരോ ആണ്. കമ്പാരിറ്റീവ്ലി നാരോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ മതി. കണ്ടോ, ഇത് മക്കളെ ഇവിടെ വളരെ വീതി കുറവാണ്. നിങ്ങൾ നോക്ക്, ഈ ഭാഗത്തൊക്കെ കണ്ടോ, അത്യാവശ്യം നല്ല വീതി ഈ ഭാഗത്ത് നമുക്ക് കോസ്റ്റൽ ഏരിയസ് അല്ലെങ്കിൽ കടൽ തീരത്തിന് കാണുന്നുണ്ട്. എന്നാൽ ഇവിടേക്ക് വരുമ്പോൾ സമയത്ത് നിങ്ങൾ നോക്കൂ, നമ്മുടെ ഗുജറാത്തിൻ്റെ ഇവിടെയൊക്കെ വീതി ഉണ്ട് എന്നല്ലാതെ താഴോട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് കണ്ടോ, നമ്മുടെ ഗോവയുടെയൊക്കെ ആ ഭാഗത്ത് കണ്ടോ വീതി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് അത് കമ്പാരിറ്റീവ്ലി നാരോ ആണ്, അല്ലെങ്കിൽ അത് താരതമ്യേന ഇടുങ്ങിയതാണ് എന്ന് പറയുന്നത്. ഓക്കെ, റെഡി. ഇനി മക്കൾ ശ്രദ്ധിച്ചോളൂ, ഇതിൻ്റെ നീളം പറയുകയാണെങ്കിൽ എത്രയാണ്? 1840 ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് കേട്ടോ. 1840 ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്. ഈ പറയുന്ന ഇവിടം മുതൽ ഇവിടം വരെ ഏകദേശം 1840 കിലോമീറ്റർ ഉണ്ട് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക കേട്ടോ. ടോട്ടൽ ലെങ്ത് ആണ് ഈ പറയുന്ന ഗുജറാത്ത് മുതൽ കന്യാകുമാരി വരെയുള്ളത് 1840 ഉണ്ട്. ഇനി ഇവിടുത്തെ വിഡ്ത്ത് പറയുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഈ പറഞ്ഞ വീതി പറയുകയാണെങ്കിൽ 10 to 15 ആണ്. എത്രയാണ്? 10 മുതൽ 15 കിലോമീറ്റർ വരാനുള്ളത് കേട്ടോ. ഓർത്ത് വെച്ചോളേ, 10 to 15 കിലോമീറ്റേഴ്സ് ആണ്. ഇനി ഈ കോസ്റ്റൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതൊരു താഴ്ത്തപ്പെട്ട തീരമാണ്, സബ്മേർജ്ഡ് കോസ്റ്റ് ആണ്. മക്കളെ, സബ്മേർജ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റൽ ഏരിയ രണ്ട് തരത്തിലേക്ക് കോസ്റ്റൽ ഏരിയ ഉണ്ട്. സബ്മേർജ്ഡും ഉണ്ട്, മേർജ്ഡും ഉണ്ട്. അതായത് താഴ്ത്തപ്പെട്ട തീരമുണ്ട്, ഉയർത്തപ്പെട്ട തീരമുണ്ട്. കണ്ടോ, ഇതാണ് സബ്മേർജ്ഡ് കോസ്റ്റ്. സബ്മേർജ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോസ്റ്റൽ ഏരിയയും ഈ പറയുന്ന നമ്മുടെ പ്രധാനപ്പെട്ടുള്ള വാട്ടർ ലെവലൊക്കെ തന്നെ ഏകദേശം ഒരേപോലെയുള്ള സ്ഥലം, അതാണ് സബ്മേർജ്ഡ് കോസ്റ്റ്, താഴ്ത്തപ്പെട്ട തീരം. അതേപോലെ മേർജ്ഡ് കോസ്റ്റ് അല്ലെങ്കിൽ ഉയർത്തപ്പെട്ട തീരം എന്ന് പറഞ്ഞാൽ കണ്ടോ, അതേപോലെ തന്നെ ഈ കോസ്റ്റൽ ഏരിയ ഭയങ്കര ഹൈറ്റിൽ ഉണ്ട്, ഇതുപോലെ തന്നെ സ്ഥിതി ചെയ്യും. അതാണ് ഇത് മേർജ്ഡ് കോസ്റ്റ് കേട്ടോ. ഓർത്ത് വെച്ചോണേ, റെഡി. ഇനി നെക്സ്റ്റ് വൺ, അടുത്ത് നിങ്ങൾ നോക്കിയോളൂ. ഇവിടെ മെയിനായിട്ടും ബാക്ക് വാട്ടേഴ്സ് അല്ലെങ്കിൽ കായലുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഓർത്ത് വെച്ചോ, ഈ ഒരു ഭാഗത്ത്, അതായത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ അറബിക്കടലിലാണ് ഏറ്റവും കൂടുതൽ കാറ്റുകൾ വളരെ സ്പീഡായിട്ട് വരുന്നത്. ഈ അറബിക്കടലിലാണ്. ഏതിനെ അപേക്ഷിച്ച്? നമ്മുടെ ബേ ഓഫ് ബംഗാളിനെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ കാറ്റുകൾ, പ്രത്യേകിച്ച് സൗത്ത് വെസ്റ്റ് മൺസൂണൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ എത്തുന്നത് ഈ ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് തിരമാലയ്ക്ക് ഭയങ്കര സ്പീഡായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ കാണേണ്ടത് കായലുകൾ, അതായത് ഈ പറയുന്ന നമ്മുടെ കടൽ വെള്ളം അല്ലെങ്കിൽ ഈ പറയുന്ന സീ വാട്ടർ ഈ പറയുന്ന പുഴകളിലേക്ക് കയറിയിട്ട് അവിടെ എന്ത് വരുന്നത്, ബാക്ക് വാട്ടേഴ്സ് അല്ലെങ്കിൽ കായലുകൾ എന്ത് ചെയ്യുന്നുണ്ട്, രൂപപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കറിയുന്നതാണ് പ്രധാനമായിട്ടും നമ്മുടെ ആലപ്പുഴയിലൊക്കെ തന്നെ ഉള്ള ഒരുപാട് കായലുകൾ കണ്ടിട്ടില്ലേ, കുഞ്ഞുങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഈ കായലുകളൊക്കെ എങ്ങനെയാണ്? ഇതേപോലെ തന്നെ സീയിൽ നിന്ന് നേരെ ഈ പറയുന്ന എന്താണ് സീ വാട്ടർ നേരെ എങ്ങോട്ട് കയറുകയാണ്, പുഴകളിലേക്ക് കയറുകയാണ്. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ ഈ കായലുകളൊക്കെ എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത് അല്ലേ. ഒരുപാട് നമുക്കറിയാം, കൊല്ലത്ത് അതുപോലെ തന്നെ ആലപ്പുഴയിലൊക്കെ ഒരുപാട് കായലുകൾക്ക് പ്രശസ്തമായിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട് അല്ലേ, എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. അപ്പോൾ അത്രയുമാണ് മക്കൾ ഓർത്ത് വെച്ചോ. ഇത്രയുമാണ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നത്, പഠിക്കാനുള്ളത്. മക്കൾ ശ്രദ്ധിക്കണം, ഇതൊക്കെ നമ്മൾ ലൈവിനകത്തൊക്കെ ഈ ഒരു സാധനം നമ്മൾ ഒരു പാട്ട് രൂപത്തിലാട്ടോ പഠിക്കുക. ഇതൊന്നും ബൈഹാർട്ട് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല, നമ്മളൊരു പാട്ട് രൂപത്തിലാണ്. ഞാനിപ്പോൾ ആ പാട്ട് പാടുന്നില്ല, നമുക്ക് ഇനി വരുന്ന ലൈവൊക്കെ ഉണ്ടല്ലോ, ആ ലൈവിനകത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ആ പാട്ടിലൂടെ നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. ഓക്കെ, റെഡി. ഇനി കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചോളൂ, അടുത്തത് നമ്മൾ പറയുകയാണെങ്കിൽ നോക്കിയോളൂ മക്കളെ, ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. മക്കളെ നോക്കിയോളൂ, ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. മക്കൾ ശ്രദ്ധിക്കുന്നത് ഇവിടെയാണ്, ഈ ഒരു ഭാഗത്ത് നമ്മുടെ മഹാനദി മുതൽ ഈ പറഞ്ഞ കന്യാകുമാരി വരെയാണ്
ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിൽ കേട്ടോ. അതായത് മക്കൾ ശ്രദ്ധിച്ചോ, ഈ ഒരു ഭാഗം മുതൽ മഹാനദി മുതൽ കന്യാകുമാരി വരെയുള്ള ഭാഗമാണ്. അപ്പോൾ നോക്കണേ, ഇവിടെ ബേ ഓഫ് ബംഗാൾ, അതായത് ബംഗാൾ ഉൾക്കടൽ, അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് മക്കളെ ശ്രദ്ധിക്കുക, ഇവിടെ ഇങ്ങനെ ഒരാൾ കിടക്കുന്നുണ്ട്. എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? അദ്ദേഹമാണ് ഈസ്റ്റേൺ ഗാഡ്സ്. ഇവിടെ വെസ്റ്റേൺ ഗാഡ്സ് ഉള്ളതുപോലെ തന്നെ ഇവിടെ ഈസ്റ്റേൺ ഗാഡ്സ് എന്ന് പറയുന്ന ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്, കിടക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയോളൂ മക്കളെ, നമുക്ക് നോക്കാം ഇദ്ദേഹം എവിടെ മുതൽ എവിടം വരെയാണ്. അപ്പോൾ ഫസ്റ്റ് നോക്കണം ഈസ്റ്റേൺ ഗാഡ്സ് അല്ലേ, ബിറ്റ്വീൻ ദ ഈസ്റ്റേൺ ഗാഡ്സ് ആൻഡ് ബേ ഓഫ് ബംഗാൾ. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു സാധനം ഇതാണ്, പ്രധാനപ്പെട്ട ഇവിടെയുള്ളതാണ് ഈസ്റ്റേൺ ഗാഡ്സ്. ഈ ഈസ്റ്റേൺ ഗാഡ്സിനും അതേപോലെ തന്നെ ബേ ഓഫ് ബംഗാളിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഇത് നമ്മുടെ പ്രധാനപ്പെട്ട ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് അല്ലെങ്കിൽ കിഴക്കൻ തീരസമതലം. ഇനി മക്കളെ ഇത് നോക്കിയോളൂ, ഇത് എവിടെ മുതൽ എവിടം വരെയാണ്? ഫ്രം മഹാനദി ഡെൽറ്റ ടു കന്യാകുമാരി. അപ്പോൾ ഇവിടെ ഈ പറയുന്ന മഹാനദി ഡെൽറ്റയുണ്ട്, ഈ മഹാനദി ഡെൽറ്റയുണ്ട്. ആ മഹാനദി ഡെൽറ്റ മുതൽ എവിടം വരെ? കന്യാകുമാരി വരെയുള്ള സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഫ്രം മഹാനദി ഡെൽറ്റ ടു കന്യാകുമാരി, ഫ്രം മഹാനദി ഡെൽറ്റ ടു കന്യാകുമാരി. ഓക്കെ, റെഡി. ഇനി അടുത്ത നോക്ക് മക്കളെ, ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് ആണ്. എത്ര അതിൻ്റെ ടോട്ടൽ ലെങ്ത് പറയുന്നത്? ഏകദേശം ഒരു 1800 കിലോമീറ്റർ ആണ് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. നീളം എന്ന് പറയുന്നത് 1800 കിലോമീറ്റേഴ്സ് ആണ്. ഇനി മക്കളെ ഇതൊരു എമേർജ്ഡ് കോസ്റ്റ് ആണ്. മക്കളെ നേരത്തെ നമ്മൾ കാണിച്ചിട്ടില്ലേ എമേർജ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാ കുഞ്ഞുങ്ങളെ ഇതാ നോക്കിക്കോളൂ, ഇതാണ് എമേർജ്ഡ് കോസ്റ്റ് കേട്ടോ. ഇങ്ങനെ ഈ പറയുന്ന മേർജ്ഡ് കോസ്റ്റ് ആണ്, ഭയങ്കരമായിട്ട് ഉയർത്തപ്പെട്ടുള്ള തീരമാണ്. റെഡി. ഇനി അതേപോലെ തന്നെ മക്കൾ ശ്രദ്ധിച്ചോളൂ, ഇത് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇത് ഇവിടെയാണ് ഡെൽറ്റ കാണപ്പെടുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഡെൽറ്റ കാണുന്നത്. അപ്പോൾ എന്താണ് ഡെൽറ്റ? മക്കളെ ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ മനസ്സിലാക്കി വെക്കേണ്ടത് നമ്മുടെ പുഴകളിൽ നിന്നൊക്കെ തന്നെ അല്ലേ, പുഴകളിൽ നിന്നൊക്കെ തന്നെ കല്ലും മണ്ണും, നിങ്ങൾക്കറിയാലോ പുഴകളിൽ നിന്നൊക്കെ ഒരുപാട് നിക്ഷേപങ്ങൾ ഉണ്ടാവും, ഡെപ്പോസിഷൻസ് ഉണ്ടാവും. അപ്പോൾ ഈ പുഴകളിലൊക്കെ ഉള്ള കല്ലും മണ്ണും സാധനങ്ങളൊക്കെ തന്നെ അവസാനം കടലിനോടൊക്കെ ചേരുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയി എന്ത് ചെയ്യും? നിക്ഷേപിക്കും. അങ്ങനെ നിക്ഷേപിക്കുമ്പം ഇതൊരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഉണ്ടാവുക. ആ ട്രയാങ്കിൾ ഷേപ്പുള്ള ഡെപ്പോസിഷനെ വിളിക്കുന്ന പേരാണ് ഡെൽറ്റ എന്നാണ് പറയുന്നത്. ഡെൽറ്റ മക്കൾ ശ്രദ്ധിക്കണം, ഈ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചതുപോലെയല്ല, ഭയങ്കര ബയോഡൈവേഴ്സിറ്റി ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് ഇത്, ഈ ഡെൽറ്റ എന്ന് പറയുന്നത് കേട്ടോ. ഒരു എക്സാമ്പിൾ ഇന്ത്യക്കകത്തുള്ള ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ളത് സുന്ദർബാൻ ഡെൽറ്റ. സുന്ദർബാൻ ഡെൽറ്റ എന്നൊക്കെ പറഞ്ഞാൽ ലോക പ്രശസ്തമായിട്ടുള്ള സംഭവമാണ്. ഒരുപാട് മാംഗ്രൂവ്സ്, കണ്ടൽക്കാടുകൾ, അതുപോലെ തന്നെ ബംഗാൾ ടൈഗേഴ്സ് ഒക്കെ വളരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലമാണ് ഇത്, ഈ ഡെൽറ്റ പ്രദേശം കേട്ടോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യം നല്ല ഈ പറയുന്ന നല്ല ഫെർട്ടൈൽ സോയിലൊക്കെയാണ് എന്ത് ചെയ്യുക ഈ പ്രദേശത്തൊക്കെ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് മക്കൾ ശ്രദ്ധിക്കണം നമ്മൾ പ്രധാനപ്പെട്ട ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങളിത് ശ്രദ്ധിച്ചോ, നമ്മളിപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ ഇതാണ്, വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ? പടിഞ്ഞാറൻ തീരസമുദ്രവും കിഴക്കൻ തീരസമുദ്രവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളാണ്. ആ വ്യത്യാസങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ പറഞ്ഞത്. വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ പറഞ്ഞു, അതേപോലെ തന്നെ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ്റെയും പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ത് ചെയ്തു പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? സോ മക്കൾ ഓർത്ത് വെച്ചോളൂ, ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഭാഗത്ത് നിന്ന് നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചോളാം. ഇനി നെക്സ്റ്റ് വൺ മക്കൾ ശ്രദ്ധിക്കുക, നെക്സ്റ്റ് വൺ എന്താണ് ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ പഠിച്ചു വെക്കേണ്ട അടുത്ത പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? അത് പ്രധാനമായിട്ട് നിങ്ങൾ നോക്ക്, ക്വസ്റ്റ്യൻ നോക്ക്. റൈറ്റ് എനി 3 നെയിംസ് ഓഫ് ലാൻഡ് ഫോംസ് ഇൻ കോസ്റ്റൽ റീജിയൻ. മക്കൾ ശ്രദ്ധിക്കുക, തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഏതെങ്കിലും 3 ഭൂരൂപങ്ങളുടെ പേരുകൾ എഴുതാൻ. അതായത് ലാൻഡ് ഫോംസ് ആണ്, ലാൻഡ് ഫോംസ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഭൂരൂപത്തിന്റെ പേരുകൾ എഴുതാനാണ് എന്ത് ചെയ്യുന്നത് ചോദിച്ചിട്ടുള്ളത്. മക്കൾ ശ്രദ്ധിച്ചോ, പ്രധാനപ്പെട്ട കോസ്റ്റൽ ഏരിയയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ലാൻഡ് ഫോംസ് അല്ലെങ്കിൽ ഭൂരൂപങ്ങൾ ഏതൊക്കെയാണ്? കോസ്റ്റൽ ലാൻഡ് ഫോംസ് ഏതൊക്കെയാണ് മക്കളെ? ഇവിടെ എന്തൊക്കെയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ക്ലിഫുകളുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ കണ്ടത് സീ കേവ്സ് അല്ലെങ്കിൽ സമുദ്ര ഗുഹകളുണ്ട്, അതുപോലെ തന്നെ സീ ആർച്ചസ് സമുദ്ര കമാനമുണ്ട്, സീ സ്റ്റേക്സ് അല്ലെങ്കിൽ സമുദ്ര സ്തംഭങ്ങളുണ്ട്, അതേപോലെ തന്നെ മക്കൾ ശ്രദ്ധിച്ചോ ബീച്ചസ് ഉണ്ട്, അതേപോലെ തന്നെ സാൻഡ് ബാർസ് പൊഴികളുണ്ട്, ലാസ്റ്റ് വൺ സ്പിറ്റ്സ് അല്ലെങ്കിൽ മണൽ നാക്കുകളുണ്ട്. നമുക്ക് ഓരോന്നും ജസ്റ്റ് ഒന്ന് നോക്കിയാലോ? മക്കളെ നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഫസ്റ്റ് വൺ ക്ലിഫുകളാണ്. ക്ലിഫുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഇതേപോലെ തന്നെ കടലിലേക്ക് ഇങ്ങനെ ചെങ്കുത്തായി കിടക്കുന്ന പ്രദേശങ്ങൾ ഉണ്ടാവുമല്ലോ, അതാണ് ക്ലിഫ്. നമ്മുടെ പ്രധാനപ്പെട്ട തിരുവനന്തപുരത്തൊക്കെ ഉള്ള വർക്കല ക്ലിഫ് നിങ്ങൾക്കറിയില്ലേ? അതൊക്കെ ഭയങ്കര സംഭവമായിട്ടുള്ള ഒന്നാണ് അല്ലേ ക്ലിഫിൽ ഇല്ലേ? അതേപോലെ തന്നെ നെക്സ്റ്റ് വൺ നിങ്ങൾ നോക്ക്, സീ കേവ്സ്. ഇത് വർക്കല ക്ലിഫാണ് കേട്ടോ, ഇത് വർക്കലയിലുള്ള ക്ലിഫാണ്. റെഡി. അതേപോലെ തന്നെ സീ കേവ്സ് ആണ്. സീ കേവ്സ് എന്ന് പറഞ്ഞാൽ മക്കളെ ഇതേപോലെ തന്നെ ഗുഹകളാണ്. ഇതുപോലെ തന്നെ വലിയ വലിയ ഗുഹകൾ ഉണ്ടാവും. അതും ഇതേപോലെ തന്നെ കടൽ ഈ പറഞ്ഞ തിരമാല പോയിട്ട് ആ പാറകളിൽ തട്ടുന്ന സമയത്ത് അങ്ങനെ എന്താണ് ഇതുപോലെ തന്നെ പൊടിഞ്ഞു പോയിട്ട് അവിടെയാണ് ഗുഹകൾ ഫോം ചെയ്യുന്നത്. അതേപോലെ തന്നെ അടുത്താണ് സീ ആർച്ചസ് ആണ്. സീ ആർച്ചസ് എന്ന് പറഞ്ഞാൽ സമുദ്ര കമാനാണ്. അത് മക്കളെ ഇവിടെ കണ്ടോ, അതേപോലെ തന്നെ ഒരു കവാടം പോലെ ഇങ്ങനെ ഒരു കമാനം പോലെ എന്ത് ചെയ്യും, ഫോം ചെയ്യും. അതാണ് സീ ആർച്ച് അല്ലെങ്കിൽ സമുദ്ര കമാനം. ഇനി നെക്സ്റ്റ് വൺ മക്കളെ ശ്രദ്ധിക്കുക, ബീച്ചസ് ആണ്. ബീച്ചുകൾ കോമൺ ആയിട്ട് നമുക്കറിയാലോ
അറിയാലോ, ഒരുപാട് ബീച്ചുകൾ കേരളത്തിനകത്ത് ഫേമസ് ആയിട്ടുള്ള ബീച്ചുകളുണ്ട്. അങ്ങനത്തെ കുറേ ബീച്ചുകളാണ് അല്ലേ, ഒരു സാൻഡ് ഡെപ്പോസിഷൻസ് ഉള്ള സ്ഥലങ്ങൾ. അടുത്താണ് സാൻഡ് ബാർസുകളാണ്. സാൻഡ് ബാർസ് എന്ന് പറഞ്ഞാൽ കടലിൽ തന്നെ മക്കൾ ശ്രദ്ധിക്കാതെ അതേപോലെ തന്നെ ഈ സാൻഡ് ബാറുകൾ എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ തന്നെ കാണാൻ വേണ്ടി പറ്റും. അതാണ് സാൻഡ് ബാറുകൾ അല്ലെങ്കിൽ മണൽ തിട്ടകൾ കേട്ടോ. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ നിങ്ങൾ നോക്ക് സ്പിറ്റ്സുകളാണ്. സ്പിറ്റ്സ് എന്ന് പറഞ്ഞാൽ മണൽ നാക്കുകൾ. മക്കളെ, ഒരു നാക്ക് പോലെ, ഒരു മനുഷ്യൻ്റെ ഒരു നാവ് പോലെ ഇങ്ങനെ വളഞ്ഞു കിടക്കുന്ന ഒരു സാധനം, അങ്ങനെയുള്ള സാൻഡ് ബാർസുകൾ ഉണ്ടാവും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പിറ്റ്സ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, വിളിക്കുക, അല്ലെങ്കിൽ മണൽ നാക്കുകൾ എന്നാണ് വിളിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് കുഞ്ഞുങ്ങൾ ഓർത്ത് വെച്ചോ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളിവിടെ പഠിച്ചു വെക്കേണ്ട കോസ്റ്റൽ ലാൻഡ് ഫോംസ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട തീര ഭൂരൂപങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്രയാണ് കേട്ടോ. നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഇത് പഠിച്ചു വെച്ചോളം. ഷുവറാണ് ഈ ഭാഗത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ ഒരുപാട് വരും. സോ ഇത്രയുമാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ചോദിക്കാനുള്ളത്. സോ നിങ്ങൾ ഓക്കെയാണ്, സെറ്റാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മക്കളെ, അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, പോകുന്നു. ചോദ്യം ഇതാണ്: ഡിഫറൻസസ് ബിറ്റ്വീൻ ദ ലാൻഡ് ബ്രീസ് ആൻഡ് സീ ബ്രീസ്. കരക്കാറ്റുകളും കടൽക്കാറ്റുകളും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നുള്ള രീതിയിൽ. മക്കളെ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. നമുക്ക് നോക്കണം, കടൽക്കാറ്റ് എന്താണ്, കരക്കാറ്റ് എന്താണെന്നുള്ളത് എന്ത് ചെയ്യണം, വിളിക്കണം. മക്കളെ, ജസ്റ്റ് ഞാനൊന്ന് പറയട്ടോ. അതായത് ഇതുവരെ പഠിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഓർത്ത് വെച്ചേ. ഒന്ന്, എന്താണ് ഫസ്റ്റ് മക്കൾ നോക്കിയോ, ദേ പിടിച്ചോ. ഫസ്റ്റ് വൺ നമ്മളോട് ചോദിക്കുകയാണ്, എന്താണ് ലാൻഡ് ബ്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ എന്താണ് ലാൻഡ് ബ്രീസ്? കരക്കാറ്റ്. ലാൻഡ് ബ്രീസ് അല്ലെങ്കിൽ കരക്കാറ്റ്. അതേപോലെ തന്നെ അടുത്തത് എന്താണ്? സീ ബ്രീസ് അല്ലേ? സീ ബ്രീസ് ആണ്. സീ ബ്രീസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതേപോലെ തന്നെ കടൽക്കാറ്റ്. നോക്കിക്കോ. ഇത് വരെ പഠിക്കാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു കോമൺ ആയിട്ട് ഞാനൊന്ന് പറയുകയാണെ. അതായത് ലാൻഡ് ബ്രീസ് എന്ന് പറഞ്ഞാൽ, കരക്കാറ്റ് എന്ന് പറഞ്ഞാൽ അത് പ്രധാനമായിട്ട് ഒറിജിനേറ്റ് ചെയ്യുന്നത് കരയിൽ നിന്നായിരിക്കും. അപ്പോൾ എവിടെ നിന്ന് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡിൽ നിന്ന് എങ്ങോട്ടായിരിക്കും? സീയിൽ നിന്നായിരിക്കും. എപ്പോഴും കാറ്റിന് നമ്മൾ പേര് കൊടുക്കുക, എവിടെ നിന്നാണോ കാറ്റ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ആ സ്ഥലത്തിനനുസരിച്ചാണ് നമ്മൾ കാറ്റിന് പേര് കൊടുക്കുക. അപ്പോൾ കരയിൽ നിന്ന് കടലിലേക്ക് വീശുന്ന കാറ്റാണെങ്കിൽ അതിൻ്റെ ലാൻഡ് ബ്രീസ് എന്ന് പറയും. ഫ്രം അല്ലേ, ദ വിൻഡ് ഈസ് ബ്ലോ ഫ്രം ലാൻഡ് ടു സീ അല്ലേ? ലാൻഡ് ടു സീ ആണ്. ലാൻഡിൽ നിന്ന് സീയിലേക്കാണെങ്കിൽ അതിനെ നമ്മൾ എന്താ വിളിക്കുക? ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാൻഡ് ബ്രീസ് അല്ലെങ്കിൽ കരക്കാറ്റ്. ഇനി അങ്ങനെയാണെങ്കിൽ എന്താണ് സീ ബ്രീസ് എന്ന് പറഞ്ഞാൽ? എന്താണ് സീ ബ്രീസ് എന്ന് പറഞ്ഞാൽ? ഇത് മക്കൾ ശ്രദ്ധിച്ചോ, അത് പ്രധാനമായിട്ട് എവിടെ നിന്നായിരിക്കും വരിക? സീയിൽ നിന്ന്, കടലിൽ നിന്ന് ഇതേപോലെ തന്നെ കരയിലേക്കാണ്. ഈ പറയുന്ന കടലിൽ നിന്ന് എങ്ങോട്ടായിരിക്കും? കരയിലേക്കാണ്. അതിനെ വിളിക്കുന്ന പേരാണ് സീ ബ്രീസ് എന്ന് പറയുന്നത്. ദ വിൻഡ് ഈസ് ബ്ലോ ഫ്രം സീ ടു ലാൻഡ് എന്നാണ്. ഈ പറയുന്ന സീ അല്ലെങ്കിൽ കടലിൽ നിന്ന് കരയിലേക്കാണ് എന്ത് ചെയ്യുക? വീശാട്ടോ. ഇത് നിർബന്ധമായിട്ടും ഈ ഒരു സംഭവം എന്ത് ചെയ്യണം? പഠിച്ചു വെച്ചോണം. ഇതൊരു ബേസിക് ആയിട്ടുള്ള സാധനമാണ്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ നോക്കിക്കോളൂ, നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സീ ബ്രീസ് ഇതേപോലെ തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലാൻഡ് ബ്രീസ് ഇതേപോലെ തന്നെ പറയുന്നുണ്ട്. ഓർത്ത് വെച്ചോ. ഇതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായിട്ട് നമ്മൾ അവിടെ പറയുന്നുണ്ട് കേട്ടോ. ഓർത്ത് വെച്ചോളേ. സോ ഇതിൻ്റെയൊക്കെ തന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇനി വരുന്ന ലൈവിൽ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്.